ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं. श्रीचैतन्यमीश्वरं हरि ओं तत्सत्. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 10ാമത്തെ അധ്യായം. ഭഗവാൻ കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന ആ ഒരു സന്ദർഭമാണ് ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ശ്ലോകം 12 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, പ്രണാമം പ്രഭു. എനിക്ക് കേൾക്കുന്നില്ല, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല പ്രഭു. സൗണ്ട് കുറച്ച് കുറവാ, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സൗണ്ട് ഹരേ കൃഷ്ണ. സൗണ്ട് കുറവുണ്ടോ? ഇപ്പൊ ശരി. എനിക്ക് വളരെ ഓക്കെ ആണോ? ഇപ്പൊ ശരിയായി. ഹരേ കൃഷ്ണ. ബെറ്റർ എന്നാണോ ശരിയായി എന്നാണോ അതോ ക്ലിയർ ആയി? ഓക്കെ, ശരി. പിന്നെ ഒരു കാര്യം കൂടെ പ്രഭു. പറയൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹരേ കൃഷ്ണ. താങ്ക് യു. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. ശ്ലോകം 13, സ്കന്ധം 1, അധ്യായം 10. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സർവേ തേ നിമിഷൈർ അക്ഷേസ്തം അനുദ്രുത ചേതസ വിക്ഷന്താ സ്നേഹ സംബദ്ധ വിചേലുസ്തത്ര തത്ര. സർവേ തേ നിമിഷൈർ
തം അനുദ്രുതചേതസാ വിക്ഷന്താ സ്നേഹസംബദ്ധ വിചേലുസ്തത്ര തത്ര സർവേ തേ നിമിഷൈരക്ഷൈസ്തം അനുദ്രുതചേതസഃ വിക്ഷന്താ സ്നേഹസംബദ്ധ വിചേലുസ്തത്ര തത്ര. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവേ തേ നിമിഷൈ അക്ഷൈ സ്തമ്മനുദ്രതചേതസാ വീക്ഷന്ത സ്നേഹ സംബന്ധ വിജേലുസ്തത്ര തത്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവേ തേ നിമിഷൈരക്ഷൈസ്തം അനുദ്രുതചേതസാ വീക്ഷന്ത സ്നേഹസംബന്ധ വിജേലുസ്തത്ര തത്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസഃ വീക്ഷന്ത സ്നേഹ സംബന്ധ വിചേലുസ്തത്ര തത്ര. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവേ തേ നിമിഷൈരക്ഷൈഃ തം അനുദ്രുതചേതസഃ വീക്ഷന്ത സ്നേഹസംബദ്ധാഃ വിജേലുസ്തത്ര തത്ര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ആകർഷണത്തിന്റെ പരിപൂർണ തീവ്രതയാൽ ഭഗവാനു വേണ്ടി അവരുടെയെല്ലാം ഹൃദയമുരുകുന്നുണ്ടായിരുന്നു. അവർ ഇമവെട്ടാതെ അദ്ദേഹത്തെ വീക്ഷിക്കുകയും ഉത്കണ്ഠാകുലരായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്തു. ഭാവാർത്ഥം. എല്ലാ അനശ്വരന്മാർക്കും മധ്യേ പ്രമുഖ അനശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാനാകയാൽ സ്വാഭാവികമായി അദ്ദേഹം എല്ലാ ജീവാത്മാക്കൾക്കും ആകർഷകനാണ്. നിരവധി അനശ്വരരുടെ പരിപാലകനായ അദ്ദേഹം ഏകനാകുന്നു. ഇതേക്കുറിച്ച് കഥാ ഉപനിഷത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്രകാരം ഭഗവാന്റെ മായാശക്തിയുടെ മായിക ശക്തിയാൽ വിസ്മരിക്കപ്പെട്ട ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ശാശ്വത ബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കുക വഴി അവന് ചിരസ്ഥായിയായ ആനന്ദവും സമാധാനവും സമൃദ്ധിയും ആർജിക്കാൻ കഴിയുന്നു. ഒരിക്കൽ ഈ ബന്ധം എളുതായി പുനരുജ്ജീവിപ്പിച്ചാൽ ബദ്ധാത്മാവ് തൽക്ഷണം ഭൗതിക ശക്തിയുടെ മായയിൽ നിന്നും സ്വതന്ത്രനായി തീരുകയും ഭഗവത് സംസർഗം നിമിത്തം വികാരോന്മത്തരായി തീരുകയും ചെയ്യുന്നു. ഭഗവാനുമായുള്ള വ്യക്തിഗത ബന്ധത്തിലൂടെ മാത്രമല്ല, ഭഗവാന്റെ നാമരൂപ ഗുണലീലകളുടെയും ഈ സംസർഗം സാധ്യമാണ്. ശുദ്ധഭക്തനിൽ നിന്നുള്ള വിനയാന്വിതമായ ശ്രവണത്തിലൂടെ ഭക്താത്മാക്കളെ ഈ പരിപൂർണാവസ്ഥ വരെ എത്തിക്കുവാൻ ശ്രീമദ് ഭാഗവതം പരിശീലിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ നമുക്ക് കാണാം, എല്ലാവരും ഭഗവാൻ അങ്ങനെ തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി രഥത്തിൽ കയറിയിരിക്കുന്നു. ആ സമയത്ത് ഇവരെല്ലാവരും കാണുന്നു അല്ലേ. അപ്പോൾ അവിടെ കാണുന്ന ഭഗവാന്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഹൃദയം അലിയുന്നു. എന്തുകൊണ്ട്? ആ ഒരു ഭഗവാനോടുള്ള ഒരു ഇഷ്ടം കാരണം, ആ സ്നേഹം കാരണം അവരുടെ ഹൃദയവും അലിയുന്ന പോലെ അലിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണ് ചിമ്മാതെ എല്ലാവരും ഭഗവാനെ, കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് ചിമ്മാതെ ഒരു നിമിഷം പോലും കണ്ണ് ഭഗവാന്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള രൂപത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം മാത്രമല്ല, ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ മാധുര്യം പൂർണ്ണമായിട്ടും ഒരുപാട് സ്വീറ്റാണ് അല്ലേ, മധുരമാണ്. അദ്ദേഹത്തിൻ്റെ രൂപമാധുര്യയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നാച്ചുറലായിട്ട് ഒരു അട്രാക്ഷൻ തോന്നും അദ്ദേഹത്തോട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്, എല്ലാവരെയും ആകർഷിപ്പിക്കുന്നവൻ അല്ലേ. അപ്പം എല്ലാവരും നാച്ചുറലി അദ്ദേഹത്തോട് അട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഇനി
അതാണ് ഇവിടെ ശീലപ്രഭാജി ഇനി ഭാവാർത്ഥത്തിൽ പറയുന്നു. കഠോപനിഷത്തിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലും പറയുന്ന കാര്യം, അതായത് ആരെങ്കിലും ഭക്തര് ആ നഷ്ടപ്പെട്ട ആ ഒരു ബന്ധം, ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പിന്നീട് അവർക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ ആ ഭഗവാന്റെ ആ ഒരു സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കാനും, അദ്ദേഹത്തിനെ എപ്പോഴും കാണാനും, അദ്ദേഹത്തിൽ നിന്ന് എപ്പോഴും കേൾക്കുവാനും, അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുവാനും അവർക്ക് സദാസമയം തോന്നും. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭ്രാന്ത്, അതീന്ദ്രിയ തരത്തിലുള്ള ഭ്രാന്ത് അങ്ങനെയുള്ളവർക്ക് വരും. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു ഭ്രാന്ത് അതാണ്, അല്ലാതെ ഇവിടെയുള്ള ഭ്രമമല്ല. കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയാണ് ഗോപികമാരും വൃന്ദാവനത്തിലെ വ്രജവാസികളും അവർക്ക് എങ്ങനെയാണ് സ്നേഹമുള്ളത് ഭഗവാനോട്? ഒരു നിമിഷം പോലും അവർക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. യശോദമ്മ കൃഷ്ണൻ കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ, ഗോക്കളെ മേയ്ക്കാൻ വേണ്ടി പോയി തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാലത്ത് പോയാൽ പോകുന്ന സമയം മുതൽ സൂര്യൻ്റെ അടുത്ത് പറയും, ദയവ് ചെയ്ത് അങ്ങ് അസ്തമിക്കൂ, പെട്ടെന്ന് അസ്തമിക്കൂ, ഇന്ന് അധികം നേരം വേണ്ട, പെട്ടെന്ന് അസ്തമിക്കൂ. അങ്ങനെയാണ് അസ്തമിക്കുകയാണെങ്കിൽ കൃഷ്ണൻ തിരിച്ചു വരും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പിരിഞ്ഞിരിക്കാൻ വയ്യ. അതേപോലെ കൃഷ്ണൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ സൂര്യദേവനെ നോക്കിയിട്ട് പറയും, ഇന്ന് അസ്തമിക്കാനേ പാടില്ല. എന്നിട്ട് അവർ പറയും, അവർ സൂര്യദേവനെ ഒരുപാട് സ്തുതിക്കും, ഒരുപാട് പ്രകീർത്തിക്കും, സൂര്യദേവനെ സന്തോഷിപ്പിക്കാൻ നോക്കും. കാര്യം അസ്തമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം എന്താണ്? അവർക്ക് കൂടുതൽ നേരം കളിക്കാനുള്ള സമയം കിട്ടുന്നു. അപ്പോൾ മുതിർന്ന ഗോപസ്ത്രീകളും യശോദാമ്മയും നന്ദമഹാരാജും അവരൊക്കെ കൃഷ്ണനെ കാത്തിരിക്കുന്ന പോലെ തന്നെ മറ്റുള്ള ഗോപികമാരും കാത്തിരിക്കുകയാണ് കൃഷ്ണനെ. അവരും ആഗ്രഹിക്കുന്നു, തിരിച്ചെപ്പോൾ വരും. ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ്, ഇത് ഇവിടെ പറഞ്ഞ പോലെ കൃഷ്ണൻ്റെ ആ ഒരു സൗന്ദര്യം, ആ രൂപത്തിൽ, ആ സുന്ദരമായിട്ടുള്ള രൂപത്തിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ സാധിക്കില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, ഈ ഒരു സൃഷ്ടി നടത്തിയ ബ്രഹ്മാവിനെ അവർ പഴിക്കുന്നത്. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ സൃഷ്ടി ചെയ്യാൻ പോലും അറിയില്ല, കാരണം കണ്ണ് അടഞ്ഞു പോകുന്നു. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട കൃഷ്ണൻ്റെ മഹാസുന്ദരമായിട്ടുള്ള രൂപത്തെ കാണാൻ സാധിക്കില്ല, ഇടയ്ക്ക് അടഞ്ഞു പോകുന്നത് കാരണം. നിങ്ങൾ ആവശ്യമില്ലാതെ ഇന്ദ്രന് ഒരുപാട് കണ്ണുകൾ കൊടുത്തു, അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അദ്ദേഹം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ അതേപോലെ 1000 കണ്ണുകൾ അല്ലെങ്കിൽ ശരീരം മുഴുവൻ കണ്ണുകൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ കൃഷ്ണനെ സദാസമയവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിലെ അതിസുന്ദരമായിട്ടുള്ള രൂപം, ആ രൂപവും അതിലെ ആ രൂപത്തിൻ്റെ അമൃത് അത് ആസ്വദിച്ചേനെ അവരാഗ്രഹിക്കുന്നു. അതാണ് കൃഷ്ണൻ്റെ സുന്ദരമായിട്ടുള്ള രൂപം. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണക്ഷൻ നമ്മൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് വരിഷ്ഠരായിട്ടുള്ള ഭക്തരിലും കാണാം. ഇപ്പോൾ നമുക്കൊരു പക്ഷേ ഉണ്ടാവില്ല, കാര്യം നമ്മൾക്ക് ആ ബന്ധം ഇപ്പോഴും പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമുക്ക് ആ ഒരു രാഗാനുഗ ഭക്തിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. രാഗാനുഗ ഭക്തി എന്ന് പറയുന്നതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഭക്തി. സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിബന്ധനകളൊന്നുമില്ല. നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് ആകർഷണം തോന്നുന്നു, സ്വാഭാവികമായിട്ട് ഭക്തി അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നു. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് വൈദി ഭക്തിയാണ്. അപ്പോൾ വിധിപ്രകാരം നമ്മൾ ചിട്ടയോടുകൂടി നിശ്ചിത സംഖ്യ എന്നും ജപിക്കുന്നു, ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം. അല്ലെങ്കിൽ അപ്പോൾ അത് ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ വരുന്നു. എന്നാൽ രാഗഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നിയമത്തിൻ്റെ പുറത്താണ്. കാര്യം സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന സ്പോണ്ടേനിയസ്, ഇംഗ്ലീഷിൽ പറയുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ആ ഒരു പ്രേമം, സ്നേഹമാണ്. അങ്ങനെയാവുമ്പോൾ ആ ഒരു രാഗഭക്തി വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന, ഇവിടെ പറഞ്ഞ പോലെ
ആ ഒരു പരിഭ്രാന്തിയും ഭ്രാന്ത് പോലെ നമുക്ക് തോന്നും അതീന്ദ്രിയ തലത്തിൽ. സാധാരണ നമ്മുടെ നോർമൽ ഇവിടെയുള്ള ഭ്രാന്തിനെ കുറിച്ചല്ല പറയുന്നത്, അതീന്ദ്രിയ തലത്തിൽ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നമുക്കിത് കാണാൻ സാധിക്കും. മഹാപ്രഭു ഗയയിൽ പോയി ആദ്യമായിട്ട് അദ്ദേഹം ഈശ്വരപുരി മഹാരാജനെ കണ്ടതിന് ശേഷം, അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി അദ്ദേഹം ഭ്രാന്തനെ പോലെ വഴിയിൽ കടന്ന് ഉരുളുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലപ്പോൾ ഗംഗയിലേക്ക് എടുത്ത് ചാടുന്നു, അങ്ങനെ പലതും ചെയ്തിരുന്നു. ഗയയിലേക്ക് പോകുന്നവരെ നിമായിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയുവാണ് നിമായിയുടെ സ്റ്റുഡൻസ്, കാര്യം അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനാണ്, അദ്ദേഹം ടീച്ചറാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ. അപ്പോൾ അച്ഛൻ മരിച്ച് ശ്രാദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഗയയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ശ്രീപാദ് ഈശ്വരപുരി മഹാരാജനെ കാണുന്നതും അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതും. ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ പോലെയാണ്. സമനില തെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാം, ഈവൻ സംസ്കൃതം പോലും അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് അല്ലാതെ ആയിപ്പോയി. അദ്ദേഹം പൂർണ്ണമായിട്ടും സദാസമയം ഭഗവാന്റെ നാമം ജപിച്ച് കീർത്തനം ചൊല്ലി അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ വഴിയിലൂടെ നടക്കുന്നു. കൃഷ്ണ 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 എന്ന് പറഞ്ഞ്. കീബ മന്ത്ര കീബ ഘോഷായി അദ്ദേഹം മഹാപ്രഭു പറയുവാണ്, എന്ത് മന്ത്രമാണ്, ജപിത്തെ ജപിത്തെ മന്ത്ര കരില പകൽ. ഈ ഒരു മന്ത്രം, ഭഗവാന്റെ കൃഷ്ണൻ്റെ മന്ത്രം, നാമം എൻ്റെ ഗുരു എനിക്ക് തന്നു. എന്ത് മന്ത്രമാണത്. എത്ര ഞാൻ നിർത്താൻ ശ്രമിച്ചിട്ടും, നാവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അത് മാത്രമല്ല, നാമം നിൽക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ജപിത്തെ കരില പകൽ, അതായത് ആ നാമം ചൊല്ലി ചൊല്ലി ഭ്രാന്തനെ പോലെ ആവുന്നു, ഭ്രാന്താവുന്നു നമ്മൾ. അത് അതീന്ദ്രിയ തലത്തിലുള്ള, അതായത് കൃഷ്ണനെ പ്രേമം, കൃഷ്ണപ്രേമത്തിൻ്റെ ഭ്രാന്ത്. ഈ ഒരു ഭ്രാന്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്, ഇങ്ങനെ ഭ്രാന്ത് വരാൻ. നമുക്കിപ്പോൾ വരുന്നത് ഭൗതിക ലോകത്തിലെ പല പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെടുമ്പോഴും ഷോക്ക് വരുമ്പോഴൊക്കെയാണ് ആളുകൾക്ക് ഭ്രാന്ത് വരുന്നത്, സമനില തെറ്റുന്നത്, അല്ലേ? നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് പെട്ടെന്ന് ഒരു ഷോക്ക് വരുന്നു, ഒരു ട്രാജഡി വരുന്നു ജീവിതത്തിൽ, ഭ്രാന്തായി, അത് സമനില തെറ്റുന്നു. അതേപോലെയല്ല, അത് ഷോക്ക് ഭൗതിക ജീവിതത്തിൽ വലതും വരുന്നതിൽ ഭ്രാന്ത് വരുന്നതെന്ന് കാര്യമല്ല. ഇവിടെ പറയുന്ന ഭ്രാന്ത് അതല്ല, ആ പ്രേമം, കൃഷ്ണപ്രേമത്തിൻ്റെ ഭ്രാന്ത്. ഈ ഭ്രാന്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതാണ് മഹാപ്രഭു തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും കംപ്ലൈൻറ്റ് പറയുവാണ്, എന്തു പറ്റി നിമായി. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നു, നിമായി ഇങ്ങനെ ആയിരുന്നില്ല, നിമായിക്ക് ഇപ്പോൾ പഠിപ്പിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല, ടീച്ചർ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ആദ്യം സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ സ്റ്റുഡൻസ് വന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പറയാനൊന്നുമില്ല, കൃഷ്ണ 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 ഇത് മാത്രമേ പറയുന്നുള്ളൂ. അവർ എന്ത് പറയുമ്പോഴും അവരോട് പറയുന്നു, കൃഷ്ണനാമം ചൊല്ലു, കീർത്തനം ചൊല്ലു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലു എന്ന് മാത്രം. അവസാനം ശീല ഗംഗാദാസ് പണ്ഡിറ്റിനോടടുത്ത് പോയി ഈ സ്റ്റുഡൻസ് എല്ലാം കംപ്ലൈൻറ്റ് പറഞ്ഞു. കാര്യം ഗംഗാദാസ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ സംസ്കൃത ഗുരുവിൻ്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, നിമായി ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല, സമനില തെറ്റിയ പോലെയാണ്, ഒന്നും പഠിപ്പിക്കുന്നില്ല, സംസ്കൃതമൊന്നും പഠിപ്പിക്കുന്നില്ല, പകരം കൃഷ്ണ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടും അത് തന്നെയാണ് പറയുന്നത്, ഇനി സംസ്കൃതം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും നാമം ജപിച്ചാൽ മതി, കീർത്തനം ചൊല്ലിയാൽ മതി. മഹാപ്രഭു ഇവരെല്ലാവരും ഇപ്പോൾ ഗംഗാദാസ് പണ്ഡിറ്റ് ഇതെല്ലാം കേട്ട് അദ്ദേഹം നോക്കും മഹാപ്രഭുവിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ആ സമയത്ത് മഹാപ്രഭു അല്ല, അദ്ദേഹത്തെ ആ സമയത്ത് നീമായിക്ക് എന്ത് പറ്റി, എല്ലാവരും പോയി നോക്കുന്നു, നീമായിക്ക് എന്ത് പറ്റി. നീമായി പണ്ടത്തെ പോലെയല്ല, എപ്പോഴും അശ്രുധാര, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു, ശരീരമൊക്കെ ഇങ്ങനെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ട്, ചിലപ്പോൾ കീർത്തനത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് എല്ലാവർക്കും അത്ഭുതമായി. അവസാനം ശശി മാതയോട് പോയി എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞു, എന്തു പറ്റി നിങ്ങളുടെ മകൻ്റെ വായുവിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ മകന് സമനില തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട്
നെല്ലിക്ക തളമിടണം തലയിൽ. കൃഷ്ണ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തെ ഭ്രാന്തനായിട്ട് പറഞ്ഞു. ശ്രീവാസ് ഠാക്കൂറിനടുത്ത് അപ്പോൾ ഒരു ദിവസം പോയി മുന്യമായി ചോദിക്കും. ശ്രീവാസ് ഠാക്കൂർ അച്ഛനെ പോലെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ്. ശ്രീവാസിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എല്ലാവരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്, അങ്ങേക്കും തോന്നുന്നുണ്ടോ എനിക്ക് ഭ്രാന്താണെന്ന്? എല്ലാവരും ഭ്രാന്തനെ പോലെ എന്നെ കാണുന്നു. പലവരും പറയുന്നു, അമ്മോട് പറഞ്ഞു കെട്ടിയിടാൻ, അങ്ങനെയും പറഞ്ഞു, ചങ്ങലയിൽ കെട്ടിയിടാൻ വരെ. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ശരിയാണ്, നിനക്ക് ഭ്രാന്താണ്, എന്നാൽ ഈ ഭ്രാന്ത് എനിക്കും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭ്രാന്ത് കുറച്ചും കൂടി എനിക്ക് തരൂ, കൃഷ്ണപ്രേമത്തിൻ്റെ ഭ്രാന്ത്. അപ്പം അതാണ് ശുദ്ധ ഭക്തർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. ശ്രീവാസ് ഠാക്കൂറിന് ഒരുപാട് സന്തോഷമായി ഈ ഒരു ഭ്രാന്ത് കണ്ട്. പിന്നീടാണ് അവർ ശ്രീവാസ് ആംഗനിൽ കീർത്തനം തുടങ്ങുന്നത്. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും സന്തോഷമായി നമുക്ക് തുടങ്ങാം. അങ്ങനെ അവർ കീർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം കീർത്തനം നടക്കുന്നുണ്ടായിരുന്നത് കാലത്ത് ഇവർ നഗരസങ്കീർത്തനത്തിന് പോവും. അങ്ങനെ നഗരസങ്കീർത്തന കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മഹാപ്രഭു പെട്ടെന്ന് ചോദിച്ചു ഇവരോടെല്ലാവരോടും. അപ്പോൾ ഇവർ എല്ലാവരും ഉണ്ട്. ഹരിദാസ് ഠാക്കൂറുണ്ട്, പിന്നെ അതേപോലെ ഗദാധർ പണ്ഡിറ്റുണ്ട്, ശ്രീവാസ് ഠാക്കൂറുണ്ട്, അദ്വൈത പ്രഭു, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു, നമ്മൾ സത്യം പറയുകയാണെങ്കിൽ വൈകുന്നേരം രാത്രിയിലെ സമയം നമ്മൾ പാഴാക്കി കളയുന്നുണ്ട്, നമ്മൾ ഉറങ്ങി സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കാലത്ത് മാത്രമല്ല നമുക്ക് രാത്രിയിലും സങ്കീർത്തനം തുടരാം. ശ്രീവാസ് ഠാക്കൂറിനും അദ്വൈതാചാര്യക്കും നിത്യാനന്ദ പ്രഭുവിനൊക്കെ ഒരുപാട് സന്തോഷമായി. എല്ലാവരും പറഞ്ഞു ജയ് 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 ജയ്. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു നമ്മുടെ വീട്ടിലാവാം. അങ്ങനെ ശ്രീവാസ് ആംഗണിൽ രാത്രിയിൽ കീർത്തനം, കാലത്ത് നഗരസങ്കീർത്തനം, രാത്രിയിൽ ശ്രീവാസങ്ങളിൽ കീർത്തനം, സദാസമയവും. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? ഇവിടെ പറഞ്ഞ പോലെ ആ ഭഗവാനിലേക്ക് വരുന്ന അട്രാക്ഷൻ കാരണം നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ആ ഒരു സമനിലയല്ല, അതീന്ദ്രിയ തലത്തിൽ പ്രേമത്തിൻ്റെ ഭ്രാന്ത് വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശിലപ്രഭുജി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഗൗരലീലയായിട്ട് കണക്ട് ചെയ്തെന്ന് മാത്രം. എനിവേയ്സ്, ഇവിടെ വേറൊരു കാര്യം കൂടെ ശിലപ്രഭുജി പറയുന്നു. ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു സംഘം കിട്ടുന്നുണ്ടെങ്കിൽ അതിമനോഹരം. ഇനി അതല്ല ഇനി അദ്ദേഹത്തിൻ്റെ നാമോ അദ്ദേഹത്തിൻ്റെ രൂപമോ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളോ, അങ്ങനെ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു സംഘം എടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഭഗവാനോട് ഈ പറയുന്ന ഭ്രാന്ത് നമുക്കും വരും. അതാ പറയുന്നത്. മഹാപ്രഭുവിൻ്റെ എക്സാമ്പിളിൽ നാമം ചൊല്ലിയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഇവിടെ കൃഷ്ണനെ നേരിട്ട് കാണുന്നുണ്ട് ഈ ഒരു നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ലീലയിൽ. പക്ഷെ മഹാപ്രഭു നാമം ചൊല്ലി അദ്ദേഹത്തിന് അട്രാക്ഷൻ തോന്നി. കൂടുതൽ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ആവുന്നു അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ അതാണ് കാര്യം. ഭഗവാനും നാമവും രൂപവും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളും ഇതൊന്നും വ്യത്യാസമില്ല. എല്ലാം പരമസത്യങ്ങളാണ് അല്ലേ. എല്ലാം ആബ്സല്യൂട്ട് ട്രൂത്താണ്. സോ അതുകൊണ്ട് നിരപേക്ഷ സത്യമായതുകൊണ്ട് അത് തമ്മിൽ ഒന്നും വ്യത്യാസമില്ല. ഫൈനലി ശീലപ്രഭുജി പറയുന്നു, ശ്രീമദ് ഭാഗവതം നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളുടെ ജീവിതം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഭാഗവത ശ്രവണത്തിലൂടെ. എങ്ങനെയാണ് പിന്നെ ഭാഗവത ശ്രവണം നടത്തേണ്ടത്? ശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേട്ട് അത് അങ്ങനെ അവരുടെ ഗൈഡൻസിൽ ട്രെയിനിങ് നമുക്ക് കിട്ടുമ്പോൾ ഓരോ ബദ്ധാത്മാക്കളും അവരുടെ ജീവിതം പെർഫെക്റ്റ് ആവും. അപ്പോൾ എന്താണ് ലെസൺ നമുക്കുള്ളത്? ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും ഭഗവാന്റെ നാമോ രൂപമോ ഏതുമായിട്ട് ഏതെങ്കിലും
ആയിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കണം. അതാണ് പറയുന്നത്. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുക, നാമം ജപിക്കുകയോ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയോ എങ്ങനെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും പ്രകാരം നമ്മൾ കണക്റ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അതിലൂടെ നമുക്ക് ഈ ഒരു ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ശ്രീമദ് ഭാഗവതം പഠിക്കുക, കേൾക്കുക എന്നുള്ളതാണ് കാര്യം. അതിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്. ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും മാധുര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനെയും കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭക്തരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രീമദ് ഭാഗവതം പഠിക്കുകയാണെങ്കിൽ, ശ്രദ്ധയോട് കൂടിയിട്ട് അവരിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് സഫലീകരിക്കാൻ സാധിക്കുന്നു. അതാണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ലെസൺ നമുക്കിതിൽ നിന്ന് പഠിക്കാം. ഓരോ ശ്ലോകവും നമ്മൾ വായിക്കുമ്പോൾ, ഓരോ ഭാവാർത്ഥവും നമ്മൾ വായിക്കുമ്പോൾ കഥ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കഥ കേട്ടു പോകുന്നു എന്നുള്ളതിൽ കാര്യം അധികം വരുന്നില്ല. അത് നല്ല കാര്യമാണ്, മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും എന്ത് ഞാൻ പഠിക്കുന്നു, ആ പഠിക്കുന്ന കാര്യം എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പ്രാക്ടിക്കലി അത് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. അതാണ് ഭാഗവത പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൃത്രാസുരൻ്റെ കഥ, വൃത്രാസുരൻ്റെ കഥ അറിയാലോ. ദക്ഷ പ്രജാപതിയും അല്ലെങ്കിൽ ശിവനും തമ്മിലുള്ള ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്നതും ആ കഥയെല്ലാം അറിയാം. കഥയെല്ലാം നമുക്കറിയാം. ചിത്രകേതു മഹാരാജൻ്റെ കഥ അറിയാം, പ്രഹ്ലാദൻ്റെ കഥ അറിയാം. പക്ഷെ അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചത് ജീവിതത്തിൽ നമ്മൾ ആചരിക്കുന്നുണ്ടോ? അപ്പോഴാണ് അത് പൂർണ്ണമാവുന്നുള്ളൂ. അതുവരെ അല്ലെങ്കിൽ പൂർണ്ണമാവുന്നില്ല. സോ അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയ, നിത്യവും ഭാഗവതം പഠിച്ച് നമ്മൾ പഠിക്കുക. അതിൽ ശ്രീല പ്രഭുജി എപ്പോഴും പറയുന്ന പോലെ സ്ക്രൂട്ടനൈസിംഗ്ലി സ്റ്റഡി എന്നാണ് പറയുക അദ്ദേഹം. അതായത് ശ്രദ്ധയോട് കൂടി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഈ പറയുന്ന പോലെ എല്ലാ ലെസൺസും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ആചരിക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. യെസ്, ഓക്കെ. 14ാമത്തെ ശ്ലോകം. ജ്ഞാരുന്ദൻ ഉദ്ഗലത് ബാഷ്പം ഔത്കണ്ഠ്യാ ദേവകീസുതേ നിർയാതി ആഗരാനോ ഭദ്രം ഇതി സ്യാത് ബാന്ധവസ്ത്രിയഃ. 14ാമത്തെ ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യരുന്ദന്നുദ്ഗലത് ബാഷ്പം ഔത്കണ്ഠ്യ ദേവകീസുതേ നിര്യാത്യകാരാന്ന അഭദ്രമിതി സ്യാത് ബാന്ധവശ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നിര്യുന്ദൻ ഉദ്ഗലത് ബാഷ്പം ഔത്കണ്ഠ്യാ ദേവകീസുതേ നിര്യാതി അഗരാന്ന അഭദ്രമിതി സ്യാത് ബാന്ധവശ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിരന്തൻ ഉദ്ഗല ബാഷ്പം ഔത്കണ്ഠ്യ ദേവകീ സുതേ നിര്യാത്യാഗരന്നോ അഭദ്രമിതി സ്യാത് ബാന്ധവശ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിരുന്ദന്നുദ്ഗളത് ബാഷ്പം ഔത്കണ്ഠ്യ ദേവകീ സുതേ നിര്യാത്യകാരാന്നോ ഭദ്രം ഇതി സ്യാത് ബാന്ധവശ്രിയഃ. വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണന് വേണ്ടിയുള്ള ഉത്കണ്ഠ നിമിത്തം അശ്രുക്കളാൽ നിറഞ്ഞു കവിഞ്ഞ നയനങ്ങളോടുകൂടിയ ബന്ധുക്കളായ സ്ത്രീജനങ്ങൾ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. വളരെ ബുദ്ധിമുട്ടി മാത്രമേ അവർക്ക് അശ്രുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുള്ളൂ. വിടവാങ്ങുന്ന നേരം അശ്രുക്കൾ അമംഗളം ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഹസ്തിനപുര കൊട്ടാരത്തിൽ നൂറുകണക്കിന് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ കൃഷ്ണനോട് സ്നേഹമുള്ളവരായിരുന്നു. എല്ലാവരും ബന്ധുക്കളുമായിരുന്നു.
കൃഷ്ണൻ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങുകയാണെന്ന് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തിനായി വളരെ ഉത്കണ്ഠാകുലരായി തീരുകയും പതിവ് പോലെ അശ്രുക്കൾ അവരുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. അതേസമയം അശ്രുക്കൾ ആ ശുഭമുഹൂർത്തത്തിൽ കൃഷ്ണന് അമംഗളമുണ്ടാകാൻ ഹേതുവാകുമോ എന്നും അവർ ശങ്കിച്ചു. തന്നിമിത്തം അവർ അവയെ നിരോധിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതവർക്ക് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. കാരണം അശ്രുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആകയാൽ അവർ കണ്ണുകളിൽ വെച്ച് തന്നെ അശ്രുക്കൾ തുടച്ചു. മാത്രമല്ല അവരുടെ ഹൃദയം ദ്രുതഗതിയിൽ സ്പന്ദിക്കുകയും ചെയ്തു. ആകയാൽ പോർക്കളത്തിൽ വധിക്കപ്പെട്ടവരുടെ പത്നിമാരും പുത്രവധുക്കളുമായ സ്ത്രീജനങ്ങൾ ഒരിക്കലും ശ്രീകൃഷ്ണനുമായുള്ള പ്രത്യക്ഷ സമ്പർക്കത്തിൽ ഏർപ്പെട്ടില്ല. എങ്കിലും അവരെല്ലാവരും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മഹനീയ കർമ്മങ്ങളെയും കുറിച്ച് കേട്ടിരുന്നു. മാത്രമല്ല അപ്രകാരം അവർ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ നാമം, കീർത്തി തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നവരെ പോലെ തന്നെ അവർ കൃഷ്ണനോട് സ്നേഹബദ്ധരായി തീരുകയും ചെയ്തു. ആകയാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ശ്രീകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുകയോ കൃഷ്ണനെപ്പറ്റി സംസാരിക്കുകയോ കൃഷ്ണനെ ആരാധിക്കുകയോ ചെയ്യുന്ന ആരും അദ്ദേഹത്തോട് സ്നേഹബദ്ധരായി തീരുന്നു. ശ്രീകൃഷ്ണൻ പരമ നിരപേക്ഷനാകയാൽ അദ്ദേഹത്തിന്റെ നാമരൂപ ഗുണങ്ങൾ മുതലായവയും അദ്ദേഹവും തമ്മിൽ യാതൊരു അന്തരവുമില്ല. ശ്രീകൃഷ്ണനുമായുള്ള നമ്മുടെ ഉറ്റ ബന്ധം അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിലൂടെയും ശ്രവണത്തിലൂടെയും അദ്ദേഹത്തിന്റെ സ്മരണത്തിലൂടെയും സ്വകാര്യമായി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നു. ആത്മീയ ശക്തിയാലാണ് അപ്രകാരം സാധ്യമാവുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെ അവിടെയുള്ള സ്ത്രീജനങ്ങൾ അവരെല്ലാവരുടെയും കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നു, കൃഷ്ണൻ പോകുന്നത് കാരണം വിഷമമായിട്ട്. അങ്ങനെ അവരെല്ലാവരും കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന് നോക്കി നിൽക്കുവാണ്. ഈ ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ അവർക്ക് ഈ കണ്ണുനീര് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അവർ ഒരുപാട് ബുദ്ധിമുട്ടി അതിനെ നിയന്ത്രിക്കാൻ നോക്കുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വരാതെ നോക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവർ ചിന്തിക്കുകയാണ് അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് ഇനി നമ്മുടെ ഈ കണ്ണുനീര് വരുവാണെങ്കിൽ അത് അമംഗളമായി മാറും, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സമായി മാറും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുറുക്കെ പിടിക്കുകയാണ്. അതായത് കരച്ചിൽ വന്നിട്ട് അതിനെ എങ്ങനെ കഷ്ടപ്പെട്ട് അതിനെ ബുദ്ധിമുട്ടി അതിനെ കൺട്രോൾ ചെയ്യുക പറയുന്ന ഒരു അവസ്ഥയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ അത് പുറമേക്ക് ഇപ്പോൾ കണ്ണുനീര് പുറത്ത് വരുവാണെങ്കിൽ നമുക്ക് പതുക്കെ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലൊരു സമാധാനം കിട്ടും. പക്ഷേ അതിനെ പിടിച്ചു നിൽക്കുവാണെങ്കിലോ ആ മനസ്സും ഹൃദയവും ഇങ്ങനെ ഒരുപാട് വിതുമ്പും, അകത്ത് കരയും. പുറമേക്ക് കണ്ണുനീര് വരുന്നില്ല, പക്ഷെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ടാവും. അതേപോലെയാണ് ഇവർക്ക് സംഭവിക്കുന്നത്. അവർ എത്രമാത്രം കണ്ണുനീര് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവോ അത്രമാത്രം അവരുടെ ഹൃദയത്തിൽ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ പിരിയുന്ന വേദന അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശീലപ്രഭുജി പറയുന്നു, ഇതിൽ പലവരും അവിടെയുള്ള സ്ത്രീകൾ പലവരും അവരുടെ ഭർത്താക്കന്മാരെല്ലാവരും ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചവരാണ്. എന്നാൽ ഭഗവാനെ നേരിട്ട് പലവരും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അധികം ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല പലവർക്കും. എന്നാലും അവർക്ക് പോലും പിരിയാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് പറയുന്നത്. കാരണം എന്താണ്? അതാണ് ശിലപ്രഭുജി പറയുന്ന ഭാവാർത്ഥത്തിൽ, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ആരെങ്കിലും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് കൃഷ്ണനുമായിട്ട് അട്രാക്ഷൻ തോന്നും. അതാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാമവും രൂപവും എല്ലാം അദ്ദേഹം നിരപേക്ഷനായതുകൊണ്ട് ഭഗവാന്റെ കുറിച്ച് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഓർക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലോ നമ്മൾ പറയുകയാണെങ്കിലോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അട്രാക്ഷൻ തോന്നുന്നു. അതാണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. വിഷമമാവുന്ന ഒരു സമയമാണ് അവർ കൃഷ്ണനെ പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? അല്ലെങ്കിൽ ഇതിനും വേദനയുള്ള വേറെ കാര്യമുണ്ടോ? കൃഷ്ണൻ, പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണൻ
മുമ്പിൽ നിൽക്കുന്നു, അദ്ദേഹം തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും വിഷമം അവർക്കുണ്ടാവുന്നത്? നമുക്ക് മനസ്സിലാവില്ല, കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടവരുടെ അവസ്ഥ, എത്രയോ ജന്മജന്മാന്തരങ്ങളിലെ സുകൃതി കൊണ്ടാണ് അവർക്ക് ഒരു അവസരം കിട്ടുന്നത് കൃഷ്ണലീലയിൽ പങ്കെടുക്കാൻ. അപ്പോൾ കൃഷ്ണലീലയിൽ പങ്കെടുത്തവരെല്ലാവരും അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ലീല കഴിയുമ്പോൾ പോകുന്നുണ്ട്. നമ്മുടെ അവസ്ഥ, നമ്മൾ കൃഷ്ണനെ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം. അപ്പോൾ കേട്ടിട്ടും നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു അല്ലേ? കുറച്ചെങ്കിലും അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇല്ല തീർച്ചയായിട്ടും. കാര്യം ആ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രേമത്തിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനോ നാമം ജപിക്കുവാനോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംതിങ് ഈസ് ഹാപ്പനിങ്. പക്ഷേ എന്നാലും ഇത് പോരാ. കൂടുതൽ ഇതിൻ്റെ മെഡിസിൻ അതാണ്. എന്താണ് മെഡിസിൻ? കൂടുതൽ കേൾക്കുക, കൂടുതൽ ചർച്ച ചെയ്യുക കൃഷ്ണനെക്കുറിച്ച്, കൂടുതൽ വായിക്കുക, കൂടുതൽ പഠിക്കുക ഭാഗവതം. അങ്ങനെ പതുക്കെ അങ്ങനെ നമുക്ക് പിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പറയുന്നുണ്ട് ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. അപ്പോൾ രുചിന് ശേഷം വരുന്നതാണ് ആസക്തി. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആസക്തി എന്ന് പറഞ്ഞാൽ പിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തൊക്കെ കാരണവശാലും പിരിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരുപാട് പോകാനുണ്ട്. അനർത്ഥ നിർവൃത്തി വരെ ഇതുവരെ ശരിയായിട്ടില്ല. അനർത്ഥങ്ങൾ ഇപ്പോഴും ഉണ്ട് ഹൃദയത്തിൽ, അനർത്ഥങ്ങൾ പോയിട്ടില്ല. ജന്മജന്മാന്തരങ്ങളിലെ നമ്മുടെ കർമ്മ ബാഗേജാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിനെ കളയുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. നാമജപത്തിലൂടെയും മറ്റുള്ള നമ്മൾ ഭക്തിയുത സേവനങ്ങളിലൂടെയും തീർച്ചയായിട്ടും ആ ബാഗേജ് കുറയുന്നുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. ഇനി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നറിയില്ല ഇത് പൂർണ്ണമായിട്ടും ശുദ്ധമാവാൻ വേണ്ടി. കുറേ ജന്മം വേണം നമ്മൾ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥപരമായിട്ട് ഇതെല്ലാം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയുന്നു, നമ്മൾ പെർഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണൻ്റെ ലീലയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ആചാര്യന്മാരെ പറയുന്നു, കൃഷ്ണലീല ഒരുപാട് ഭൗതിക ലോകത്തിലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് അല്ലേ? അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിലെ ഏതെങ്കിലും ഒരു ബ്രഹ്മാണ്ടത്തിൽ കൃഷ്ണലീല നടക്കുമ്പോൾ ആ കൃഷ്ണലീലയിലേക്ക് നമുക്ക് പ്രവേശനം ആദ്യം കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ ഒരു ചാൻസ് നമുക്ക് കൃഷ്ണലീലയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ കൃഷ്ണലീലയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ലീല കഴിഞ്ഞ് കൃഷ്ണനെല്ലാം വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് എല്ലാവരെയും കൊണ്ടുവന്ന കൂട്ടത്തിൽ നമ്മളും പോകുന്നു ഗോലോക വൃന്ദാവനത്തിലേക്ക് പെർമനൻ്റ് ആയിട്ട്. അങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അത് ഭൗതിക ലോകത്തിലെ ഏതെങ്കിലും ബ്രഹ്മാണ്ടത്തിലെ കൃഷ്ണലീലയിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുന്നതും ഗോലോക വൃന്ദാവനത്തിൽ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ല. കാര്യം അതേ കൃഷ്ണനും അതേ പാർഷദരും അവരെല്ലാവരും വരുന്നുണ്ട് ലീല ചെയ്യാൻ വേണ്ടി അല്ലേ? എന്നാൽ അവിടെ നമുക്ക് ഇവിടെയും കൂടെ ഒരു ട്രെയിനിങ് കിട്ടുന്നു, ഇവിടെയും നമുക്കൊരു ട്രെയിനിങ് കിട്ടുന്നു. ഈ ട്രെയിനിങ്ങോട് കൂടി നമ്മൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവും. അങ്ങനെ അത് കഴിയുന്നതോടുകൂടി അങ്ങോട്ട് പോകും. കാര്യം ഒരു പ്രാവശ്യം നമ്മൾ കൃഷ്ണലീലയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വീഴ്ചയില്ല. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ പിന്നെ വീഴ്ചയില്ല, പിന്നെ മുന്നോട്ടുള്ള പുരോഗതി മാത്രമേ ഉള്ളൂ. സോ അതിമനോഹരമാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരുപാട് പ്രതീക്ഷിക്കാം. നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. ഓക്കെ, അടുത്ത ശ്ലോകം 15. മൃദംഗശംഖ ബ്രേയശ്ച വീണാ പണവഗോമുഖാഃ ദുന്ധുരീ ആനഘാ ഘണ്ടാദ്യ നേദുർദുന്ദൂഭ്യസ്തഥാ. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദംഗശംഖഭേര്യച്ച വീണാ പണവ ഗോമുഖാഃ തുന്ദര്യാനഖണ്ഡാദ്യാ നേതുർദുന്ദുഭയസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദംഗശംഖഭേര്യശ്ച വീണാപണവ ഗോമുഖാ ദുന്ദര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൃദംഗശംഖഭേര്യശ്ച വീണാപണവഗോമുഖാഃ ദുന്ദുര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തദാ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃദംഗശംഖഭേര്യച്ച വീണാപണവ ഗോമുഖാഃ ദുന്ദര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൃദംഗശംഖഭേര്യശ്ച വീണാപണവഗോമുഖാഃ ദുന്ദുര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തദാ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് ജയ്. വിവർത്തനം. ഭഗവാൻ ഹസ്തിനപുര കൊട്ടാരത്തിൽ നിന്നും വിടവാങ്ങുന്ന വേളയിൽ ഭഗവാനോടുള്ള ആദരസൂചകമായി മൃദംഗം, ധോല, നഗ്ര, ദുന്ദുബി, ദുന്ദുരി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പെരുമ്പറകൾ മുഴക്കുകയും വീണ, ഗോമുഖ, ഭേരി തുടങ്ങിയ വിവിധ ഇനം മുരളികൾ മീട്ടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വതാ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ആഘോഷത്തോടു കൂടിയിട്ട്, കാര്യം ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു പോവുകയാണ്, ഹസ്തിനാപുരം വിട്ടു പോകുന്നു. അങ്ങനെ പോകുന്ന വേളയിൽ മൃദംഗവും ഢോല അങ്ങനെ ഒരുപാട് വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷ്ണനെ അവിടെ നിന്ന് കൃഷ്ണൻ പോകുന്ന സമയത്ത് അവർ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ് സന്തോഷത്തോടു കൂടിയിട്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖമുണ്ട്, പക്ഷേ വളരെ ഫോർമലായിട്ട് അതിമനോഹരമായിട്ട് എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും ചെയ്തുകൊണ്ട് അവർ കൃഷ്ണനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അതിമനോഹരമായിട്ട് അവർ ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നു. കാര്യം ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുമ്പോഴും പോകുമ്പോഴും അല്ലേ, തീർച്ചയായിട്ടും ആഘോഷം ഒരു ആഘോഷത്തോടു കൂടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. വരുന്ന സമയത്തും ആഘോഷം ഉണ്ടാവും, പോകുന്ന സമയത്തും ആഘോഷം ഉണ്ടാവും. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ തിരിച്ച് ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് വിട വാങ്ങുന്നു. പക്ഷേ അതേ സമയത്ത് നല്ല രീതിയിൽ അതൊരു നല്ലൊരു മുഹൂർത്തമായി മാറ്റുന്നു. അവർ എല്ലാ രീതിയിലും ആഘോഷത്തോടു കൂടി അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. അതാണ് കാണുന്നത് 15-ാമത്തെ ശ്ലോകത്തിൽ. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. പ്രസാദ ശിഖരാരൂഢ കുരു നാര്യോ ദിദിക്ഷയ വൗഷുഷു കുസുമൈ കൃഷ്ണം പ്രേമ വ്രീഡാസ്മിദേക്ഷണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാസാദാശിഖരാരൂഢാഃ കുരുന്നര്യോ ദിദൃക്ഷയാം വൃവൃഷു കുസുമൈ കൃഷ്ണം പ്രേമവ്രീഡാസ്മിദക്ഷണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാസാദശിഖരാരൂഢ കുരുനാരോദൃശ്യയാ വവൃഷു കുസുമൈ കൃഷ്ണം പ്രേമവ്രീഡാസ്മിദേഷണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രസാദ ശിഖരാരൂഢ കുരുനാര്യോ ദിദൃക്ഷയ വവൃക്ഷു കുസുമൈ കൃഷ്ണം പ്രേമവീഢാസ്മിദേക്ഷണാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.
സാദാശിഖരാരൂഢ ഗുരുനാരാദൃക്ഷയാ വവർഷോ കുസുമൈ കൃഷ്ണം പ്രേമവ്രീഡാസ്മിദേശനാഹ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. വിവർത്തനം. ശിലപ്രവാദിക്ക് ജയ്. ഭഗവാനെ ദർശിക്കാനുള്ള പ്രേമപൂർവമായ ആഗ്രഹത്താൽ ഒരു വംശരാജസ്ത്രീകൾ കൊട്ടാര മട്ടുപ്പാവിലേറുകയും ലജ്ജ കലർന്ന പ്രേമത്തോടെ മന്ദഹസിച്ചുകൊണ്ട് ഭഗവാനുമേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. സ്ത്രീജനങ്ങളുടെ സവിശേഷമായ ഒരു അതിസ്വാഭാവിക സൗന്ദര്യമാണ് ലജ്ജ. മാത്രവുമല്ല, ഇത് പുരുഷ ജനങ്ങളിൽ നിന്നുള്ള ആദരവ് പിടിച്ചുപറ്റുന്നു. ഈ സമ്പ്രദായം മഹാഭാരത കാലഘട്ടത്തിൽ, അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് പോലും നിലനിന്നിരുന്നു. ലോക ചരിത്രത്തിൽ നിപുണരല്ലാത്ത അല്പജ്ഞാനികൾ മാത്രമേ പുരുഷന്മാരിൽ നിന്നും സ്ത്രീജനത്തെ മാറ്റി നിർത്തുന്ന ആചാരം ഇന്ത്യയിലെ മുഹമ്മദീയ കാലഘട്ടത്തിന്റെ അവതാരികയാണെന്ന് പറയുന്നുള്ളൂ. മഹാഭാരത കാലഘട്ടത്തിലെ ഈ സംഭവം കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾ കർശനമായി ഹർദ, നിയന്ത്രിതമായ പുരുഷ സംസർഗം അനുഷ്ഠിച്ചിരുന്നുവെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും മറ്റുള്ളവരും സമ്മേളിച്ചിരുന്ന തുറസായ സ്ഥലത്ത് ആഗതരാകുന്നതിനു പകരം അവർ കൊട്ടാര മട്ടുപ്പാവിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമേൽ പുഷ്പവൃഷ്ടി നടത്തി അവിടത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. കൊട്ടാര മട്ടുപ്പാവിൽ നിന്നും സ്ത്രീജനങ്ങൾ ലജ്ജാപൂർവം മന്ദഹസിച്ചിരുന്നുവെന്ന് ഇവിടെ സ്പഷ്ടമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാലീനത സ്ത്രീജനങ്ങൾക്ക് പ്രകൃതിയുടെ പാരിതോഷികമാണ്. മാത്രവുമല്ല, അവർ അപ്രധാന കുലത്തിലുള്ളവരോ ആകർഷകത്വം കുറഞ്ഞവരോ ആണെങ്കിൽ പോലും ഈ ലജ്ജ അവരുടെ സൗന്ദര്യത്തെയും അന്തസ്സിനെയും വർദ്ധിപ്പിക്കുന്നു. ഈ വസ്തുതയെ സംബന്ധിച്ചുള്ള പ്രായോഗിക അനുഭവം നമുക്കുണ്ട്. ഒരു തൂപ്പുകാരിയായ വനിത സ്ത്രീ സഹജമായ അവളുടെ ശാലീനതയാൽ മാത്രം നിരവധി ആദരണീയരായ മാന്യരുടെ ആദരവിന് പാത്രമായി. തെരുവിലെ അർദ്ധനഗ്നരായ സ്ത്രീകൾ യാതൊരുവിധ ആദരവിനും പാത്രരാകുന്നില്ല. എന്നാൽ ലജ്ജാശീലയായ ഒരു തൂപ്പുകാരന്റെ പത്നി ഏവരുടെയും ആദരവിന് പാത്രമാകുന്നു. ഇന്ത്യയിലെ ഋഷിവര്യന്മാർ വിഭാവനം ചെയ്ത പോലെയുള്ള മാനവ സംസ്കാരം മായയുടെ കുരുക്കിൽ നിന്നും സ്വതന്ത്രമാക്കുവാൻ ഒരുവനെ സഹായിക്കുന്നതിനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭൂമി, ജലം, അഗ്നി, വായു മുതലായവയാൽ നിർമ്മിതമാണ് ശരീരം എന്നതിനാൽ സ്ത്രീയുടെ ഭൗതിക സൗന്ദര്യം എന്നത് ഒരു മായയാകുന്നു. എന്നാൽ ജഡവസ്തുവുമായി ജീവചൈതന്യം ബന്ധപ്പെട്ടിരിക്കുകയാൽ ശരീരം മനോഹരമായി കാണപ്പെടുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായി അത്യന്തം കുറ്റമറ്റതായ രീതിയിൽ നിർമ്മിച്ചവയാണെങ്കിൽ പോലും ഒരു പാവയിൽ ആരും ആകർഷിതരാകുന്നില്ല. സൗന്ദര്യവതി എന്ന് പറയപ്പെടുന്ന ഒരു യുവതിയുടെ സ്വീകരിക്കില്ല. എന്തെന്നാൽ മൃതശരീരത്തിന് സൗന്ദര്യമില്ല. ആയതിനാൽ നിഗമനം എന്തെന്നാൽ ആത്മചൈതന്യം മനോഹരമാണ്. തന്നിമിത്തം ആത്മാവിന്റെ സൗന്ദര്യമാണ് ഒരാളെ ഭാഗ്യ സൗന്ദര്യത്തിൽ ആകർഷിതനാക്കുന്നത്. ആകയാൽ വിജ്ഞാനം മിഥ്യാ സൗന്ദര്യത്തിൽ ആകർഷിതരാകുന്നതിൽ നിന്നും നമ്മെ തടയുന്നു. എന്നാൽ നാം ഇപ്പോൾ അജ്ഞതയുടെ അന്ധകാരത്തിലാകയാൽ വൈദിക സംസ്കാരം തികച്ചും നിയന്ത്രിതമായ സ്ത്രീ പുരുഷ സംസർഗം അനുവദിക്കുന്നു. സ്ത്രീയെ അഗ്നിയായും പുരുഷനെ വെണ്ണയായും വിചിന്തനം ചെയ്യാമെന്ന് പറയപ്പെടുന്നു. അഗ്നിയുടെ സാമീപ്യം ഉണ്ടായാൽ വെണ്ണ നിശ്ചയമായും ഉരുകുന്നു. ആകയാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ അവയെ ഒരുമിച്ച് കൊണ്ടുവരാവൂ. മാത്രവുമല്ല, ലജ്ജ അനിയന്ത്രിത ഇടപെടലിനെ നിയന്ത്രിക്കുന്നു. പ്രകൃതിയുടെ വരദാനമായ ഇതിനെ ഉപയോഗപ്പെടുത്തണം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. അങ്ങനെ കൃഷ്ണനോടുള്ള സ്നേഹം കാരണം ഈ സ്ത്രീകളെല്ലാം, അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് പുഷ്പാഞ്ജലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മുഖത്ത് ആ ഒരു മന്ദസ്മിതമുണ്ട്, അതേപോലെ കൃഷ്ണനോട് സ്നേഹമുണ്ട്, കൂട്ടത്തിൽ നാണവുമുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് എന്നാൽ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അവർ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ ശിലപ്രഭുപാദി ഭാവത്തിൽ പറയുന്നു, ഈ പറയുന്ന ലജ്ജ എന്നൊക്കെ പറയുന്നതെല്ലാം സ്ത്രീകളുടെ ഒരു ക്വാളിറ്റിയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മഹാഭാരത കാലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും,
ഇവിടെ പറയുന്നു ശിലപ്രഭാജി, സ്ത്രീകൾ അങ്ങനെ കാര്യം അവർ മുകളിൽ നിന്ന് പുഷ്പാഞ്ജലി ചെയ്യുകയാണ്. അവർ പുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വേദങ്ങളിൽ വേദിക് ഒരു ട്രഡീഷൻ അനുസരിച്ച് ആ ഫ്രീ ആയിട്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ ഒരു മിക്സിങ് വേദശാസ്ത്രങ്ങളിൽ അത് ശരിക്കും പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വേദങ്ങൾക്ക് എഗൻസ്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കലികാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമിതമായിട്ടുള്ള ഇടപെടലുകളാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നാച്ചുറലി അതാണ് ഇവിടെ പറയുന്നത്, ആവശ്യത്തിന് മാത്രം ഇടപഴകുക, ഇല്ലെങ്കിൽ അത് വെണ്ണയും തീയും പോലെയാണ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഉരുകും. എന്നാൽ ഈ ഒരു പോളിസി, ഈ ഒരു പ്രിൻസിപ്പിൾ ആരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപെടുന്നത് വലിയൊരു സംഭവമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് അങ്ങനെയാണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഒരു പ്രായം കഴിഞ്ഞ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ, പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നിന്ന് അവർ പുറത്താക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയൊരു ലോകമാണ്. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലും സംഭവിക്കുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അവർ കുറേയൊക്കെ നന്നായി തുടങ്ങി. എന്നാൽ ഇവിടെ വേദങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ഭാരതഭൂമിയിൽ വേദശാസ്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കമാണിത്. പുണ്യ ഭൂമിയാണ്, പാവനമായിട്ടുള്ള സ്ഥലമാണ് ഭാരതഭൂമി. കൃഷ്ണൻ, പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണൻ്റെ ലീലകളൊക്കെ നടന്ന ഈ പാവനമായിട്ടുള്ള ഭൂമിയാണ്, സ്ഥലമാണ് ഭാരതം. ഈ ഭാരതത്തിൽ വേദശാസ്ത്രങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ അതെല്ലാം തകർന്നു, അതൊന്നുമില്ല. എന്നിട്ട് വേദങ്ങളിൽ പറയുന്ന തെറ്റായിട്ട് പറയുന്ന, അല്ലെങ്കിൽ അത് വികർമ്മമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നു. അത് ചെയ്തിട്ട് അത് വലിയൊരു ക്രെഡിറ്റായിട്ട് കാണുന്നു. തലതിരിഞ്ഞ സംസ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ. നിർഭാഗ്യവശാൽ പാശ്ചാത്യ രാജ്യങ്ങളെ കോപ്പി ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണാവബോധം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പറയുന്നത്, ഭഗവാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ആളുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, സംസ്കാരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ലാതെയാവുന്നു, വേദശാസ്ത്രങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെയാവുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിത് മനസ്സിലാക്കി നമ്മൾ ഫോളോ ചെയ്യുക, കൂട്ടത്തിൽ പറ്റുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിതത്തിലും വെളിച്ചം കൊണ്ടുവരാൻ നോക്കുക. അതാണ്. ഇല്ലെങ്കിൽ എല്ലാവരും അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യ ശരീരം തന്നെ നഷ്ടപ്പെടും. ഇതൊന്നും ആർക്കും അറിയില്ല. പുരോഗമനമാണ്, അല്ലെങ്കിൽ അഡ്വാൻസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് പലതും ചെയ്യുന്നു, തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നു, അവനവന് തോന്നുന്ന കാര്യങ്ങൾ, അവനവന് തോന്നുന്നത് എന്താണോ നമുക്ക് തോന്നുന്നത് അത് ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾക്ക് എന്ത് സുഖഭോഗമാണ് ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയാണ് എന്താണെങ്കിലും. എന്തായാലും ഭഗവാന്റെ മഹാകാരുണ്യം, ശീലപ്രഭുപാജിയുടെയും ഗുരുജനങ്ങളുടെയും മഹാകാരുണ്യം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭാഗവതം ചർച്ച ചെയ്യുവാനും ഭഗവത്ഗീത പഠിക്കുവാനും ജീവിതത്തിൽ ഇതെല്ലാം ആചരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അതിനുള്ള അവസരവും ശീലപ്രഭുപാജിയും ഗുരുജനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് വിടാതെ പിടിക്കുക. എപ്പോഴും ആ ഒരു കൃതജ്ഞത വേണം, നന്ദി വേണം ഗുരുജനങ്ങളോടും ഭഗവാനോടും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നതിൽ, അന്ധകാരത്തിലിരിക്കുന്നുണ്ടായിരുന്ന നമ്മൾക്ക് വെളിച്ചമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അന്ധകാരത്തിലേക്ക് പോവാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. കാര്യം നമുക്ക് ഓൾറെഡി നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി തിരിച്ച് അന്ധകാരത്തിലേക്ക് പോവാതെ നമ്മൾ ഓരോരുത്തരും നോക്കണം. അതുകൊണ്ട്
വെളിച്ചത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അതായത് സദാസമയം ഭഗവാന്റെ ശുദ്ധഭക്തരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കൊണ്ട് അവർ സദാസമയം വെളിച്ചമുള്ളിടത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതുമാത്രമല്ല ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുന്നു. അതേയുള്ള മാർഗം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ ശ്രമിക്കാം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ ശ്രമിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ. നിതായ് ഗൗർ ഹരി ബോൾ. ജയ ജയ ശ്രീ രാധേശ്യാം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ